everyone, this is Basil. Welcome to iPlus Training Solution. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ എക്സാമിന് കോർ ടോപ്പിക് ആയിട്ടുള്ള ജനറൽ അവയർനെസ്സിലെ ബാങ്കിങ് എന്ന് പറയുന്ന മേഖലയാണ്. നമുക്കറിയാം ബാങ്ക് എന്ന് പറയുന്നത് നമ്മളെ സ്വപ്നതുല്യമായ ഒരു സ്ഥലമാണ് ആണല്ലോ. ആ ബാങ്കിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങളായിരിക്കും നമുക്ക് വരുന്നത് നമുക്ക് നോക്കാം. സോ ആദ്യം തന്നെ ബാങ്ക് എന്താണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിൽ നിന്ന് ചോദ്യമൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ബാങ്ക് എന്താണെന്ന് അറിഞ്ഞിട്ട് വേണ്ടേ അവിടെ നിന്ന് ചോദ്യം വരുന്നത് എന്നുള്ള കാര്യം നോക്കാൻ വേണ്ടിയാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. ബാങ്ക് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് അട്രാക്ട്സ് ഡെപ്പോസിറ്റ്സ് ഫ്രം ദ പബ്ലിക് ആൻഡ് ലെൻഡ്സ് ദ മണി ടു ദ നീഡി പേഴ്സൺസ് അറ്റ് വേരിയസ് ഇൻട്രസ്റ്റ് റേറ്റ്. സാധാരണഗതിയിൽ ബാങ്ക് എന്താണ് എന്നുള്ളതാണ് പഠിക്കേണ്ട ഒരു കാര്യവും അവിടെ ഇല്ല. ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള കാര്യം. അതായത് അവർ പറഞ്ഞിരിക്കുന്നത് ഡെപ്പോസിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന്, അതായത് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് മേടിക്കുക, ആവശ്യമുള്ള ആൾക്കാർക്ക് പൈസ കൊടുക്കുക. ഇതാണല്ലോ ബാങ്ക് ചെയ്യുന്ന പരിപാടി. അതിനവർ വ്യത്യസ്തമായ പലിശ റേറ്റുകൾ ഉപയോഗിക്കാറുണ്ട്. ഇതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പഠിക്കാനൊന്നുമില്ല, പക്ഷെ നമുക്കവിടെ പഠിക്കാൻ വേറൊരു കാര്യമുണ്ട്. എന്താണ് നമുക്കവിടെ പഠിക്കാനുള്ള കാര്യം? ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? തോന്നിയതുപോലെ ബാങ്കിന് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെയൊന്നും പറ്റില്ല. ബാങ്ക് ഇത് ഫോളോ ചെയ്യുന്നത് എന്താണ് എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അണ്ടർ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 പ്രകാരമാണ് ഇത് ചെയ്യുന്നത്. ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഇന്ത്യക്ക് റിപ്പബ്ലിക് കിട്ടിയത് എന്നാണ് നമുക്കറിയാം 1950 ആണ് ആണല്ലോ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അത് നമുക്കറിയാം 1947 ആണ്. വെൽ, സോ റിപ്പബ്ലിക് ആകുന്നതിന് മുമ്പ് ബാങ്കിങ് സെക്ടേഴ്സ് ഒന്ന് സെറ്റാക്കാം എന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മൾ ചെയ്യുള്ളൂ. ഇപ്പോൾ റിപ്പബ്ലിക് ആകുന്നതിന് തൊട്ട് മുമ്പുള്ള വർഷമല്ലേ. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് എളുപ്പത്തിൽ കിട്ടൂലേ. കാണാപ്പാഠം പഠിക്കണോ? സോ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നിലവിൽ വന്നത് 1949 എന്നുള്ള കാര്യം ഓർക്കുക. എന്തിനാ? ടു കൺട്രോൾ ബാങ്കിങ് ആക്ടിവിറ്റീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ബാങ്കിങ് ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 വരുന്നത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്ററി ഓഫ് ബാങ്കിങ് ആണ്. ഹിസ്റ്ററി ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ബാങ്കിങ് ഹിസ്റ്ററി നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളോട് ഒരു എക്സാമിനേഷൻ ചോദിക്കും, ഫസ്റ്റ് ബാങ്ക് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ ഇൻ വിച്ച് ഇയർ ഓർ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ബാങ്ക്? ഇതാണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. സോ ഇന്ത്യയിൽ ആദ്യമായി ഒരു ബാങ്ക് വരുന്നത് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ്. 1770 സോ 1770 ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ വരുന്നത്. See the typicality of that pattern. 1770 തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് തന്നെ നമുക്ക് ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എളുപ്പത്തിൽ കിട്ടത്തില്ലേ. 1717 ഒരു പാറ്റേൺ വേർഡാണ്, പാറ്റേൺ ലെറ്റേഴ്സ് ആണ്, നമുക്ക് എളുപ്പത്തിൽ കിട്ടും. 1770 ഇനി മറന്നു പോവോ? 1770. സോ 1770 എന്ത് കൊണ്ടുവരുന്നത്? നമ്മളുടെ ബാങ്ക് ആദ്യമായി വരുന്നത്. സി ഇന്ത്യ നമുക്കറിയാം, നോർത്ത് ഇന്ത്യയിലൊക്കെ ഇന്ത്യയെ വിളിക്കുന്നത് ഹിന്ദുസ്ഥാൻ എന്നാണ്. അപ്പോൾ ഇന്ത്യയിലും ആദ്യമായിട്ടൊരു ബാങ്ക് വരുമ്പം എപ്പോഴും ആ പേരായിരിക്കുമല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇന്ത്യയിലെ ആ പേര് നമ്മളങ്ങ് ഉപയോഗിച്ചു, ഹിന്ദുസ്ഥാൻ ബാങ്ക്. ഇനി തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് നിങ്ങൾക്ക് അത് പിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമോ? അപ്പോൾ ഹിന്ദുസ്ഥാൻ ബാങ്ക് എന്ന് പറയുന്ന ബാങ്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക്. അപ്പോൾ ഇന്ത്യ അറിയപ്പെടുന്നത് ഹിന്ദുസ്ഥാൻ എന്നാണ്. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ ആ ബാങ്കിൻ്റെ ആദ്യമായി രൂപീകരിച്ചത് 1 ആണല്ലോ. 1 സാദൃശ്യമുള്ള നമ്പർ 770 തന്നിരിക്കുന്ന ഓപ്ഷൻസ് കിട്ടുമല്ലോ. ആദ്യമായി രൂപീകരിച്ച പാറ്റേൺ. സോ 1770 ഇറ്റ് ഈസ് ഫസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ. ഇറ്റ് ഈസ് ഹിന്ദുസ്ഥാൻ ബാങ്ക്. വെൽ, സെക്കൻഡ് ബാങ്ക്. ഫസ്റ്റ് ബാങ്ക് പഠിക്കുമ്പോൾ സെക്കൻഡ് ബാങ്കും പഠിക്കണം, കാരണം എക്സാമുകൾക്ക് അതും ചോദിക്കാൻ സാധ്യതയുണ്ട്. സെക്കൻഡ് ബാങ്ക് ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ. നമ്മൾ ഇന്ത്യ എന്ന പേരെടുത്തു. ആദ്യം നമ്മൾ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ബാങ്ക്. ഇനി ജനറലായിട്ട് എല്ലാവരെയും അങ്ങ് പരിഗണിച്ചേക്കാന്ന് വെച്ചു. എല്ലാവരെയും പരിഗണിക്കുക. ജനറൽ പാറ്റേൺ, ജനറൽ കാറ്റഗറി ആണല്ലോ. സോ ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇറ്റ് ഈസ് ഇൻ 1786 ആണ്. പഠിക്കാൻ എളുപ്പമാണ്. 1 നിന്ന് 7 കൂട്ടിയാൽ 8, 1 നിന്ന് 7 കുറച്ചാൽ 6, 1786. സെറ്റാണ്. എല്ലാവരെയും കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഒരാളെ ഇവിടെ കൂട്ടി, അപ്പോൾ ഒരാളെ നമ്മൾ ഇവിടെ കുറച്ചു. 1786. ദിസ് ഈസ് ദ പാറ്റേൺ. General Bank of India, it is in 1786. Our first bank of established in India, it is Bank of Hindustan. Second bank, General Bank of India. You വർഷം ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. എല്ലാവരെയും കൂട്ടാൻ വേണ്ടിയാണ്. 1 + 7 8. 8 നിന്ന് 1 കുറച്ചാൽ 7. സോ 1 + 7 8. 1 നിന്ന് 7 കുറച്ചാൽ 6. സി 1786 എളുപ്പത്തിൽ കിട്ടും. Well pattern. So next we are discussing about imperial banks. It's very important. Imperial banks എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഈ imperial banks ഏതൊക്കെയാണ് എന്നുള്ളത്? Imperial banks എന്താണ് ഇതിന്റെ പാറ്റേൺ? The oldest
ആൻഡ് ദ ലാർജസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ആൻഡ് ഏറ്റവും ലാർജസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്കാണ് ഏത്? ഇംപീരിയൽ ബാങ്ക് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ക്രിയേറ്റഡ് ഇൻ ജാനുവരി 1921. ജാനുവരി 1921 എന്ത് ഇംപീരിയൽ ബാങ്ക് ക്രിയേറ്റ് ആയത്? എങ്ങനെ ക്രിയേറ്റഡ് ആയത് അമാൽഗേഷൻ ഓഫ് 3 പ്രസിഡൻസി ബാങ്ക്. ദോസ് ആർ ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ ആൻഡ് ബാങ്ക് ഓഫ് മദ്രാസ്. നമുക്കറിയാം പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിലാണ് ഇതെല്ലാം നടന്നത്. പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിൽ ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങളായിരുന്നു ഈ 3 സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. അതായത് ബ്രിട്ടീഷുകാർ വന്നിട്ട് അവരുടെ കോളനികൾ രൂപീകരിക്കുന്ന പാറ്റേൺ നോക്ക് നിങ്ങൾ. ആദ്യം ബംഗാളിലേക്ക് വന്നു ആണല്ലോ. ബംഗാൾ എന്ന് പറയുന്ന പാറ്റേൺ, ബംഗാൾ ഇവിടെ കിടക്കുന്നു. ദെൻ ബംഗാൾ കഴിഞ്ഞിട്ട് നമ്മുടെ മദ്രാസിൻ്റെ സ്ഥലം, ബോംബെയുടെ സ്ഥലം. ദീസ് പാറ്റേൺ കണ്ടോ? സോ ബാങ്ക് ഓഫ് മദ്രാസ്, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് ബംഗാൾ, ഇവർ 3 പേരും കൂടി ഒരുമിപ്പിക്കുന്ന ബാങ്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇംപീരിയൽ ബാങ്ക് എന്ന് പറയുന്നത്. കാരണം ഇംപീരിയൽ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരാണ്. അറിയാം നിങ്ങൾക്ക് ഇംപീരിയലിസം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ട്. സോ ഇംപീരിയൽ ബാങ്ക് ഇറ്റ് വാസ് ഇൻ 1921 ജാനുവരിയുടെ തുടക്കത്തിൽ തന്നെ 1921 ഈ 3 ബാങ്കുകൾ കൂടി നമ്മൾ അമാൽഗേറ്റ് ചെയ്തു. സോ 1921 അമാൽഗേഷൻ ഓഫ് 3 പ്രസിഡൻസി ബാങ്ക്സ് ദാറ്റ് ഈസ് ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ ആൻഡ് ബാങ്ക് ഓഫ് മദ്രാസ്. സോ ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ്, ബാങ്ക് ഓഫ് ബംഗാൾ, 3 ബാങ്കുകളുടെ അമാൽഗേഷൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 1921. നിങ്ങൾക്ക് ഈ പാറ്റേൺ അറിയാം. ഇത് ഏത് ബാങ്കാണ്? ഈ പറയുന്ന ഇംപീരിയൽ ബാങ്ക് എന്ന് പറയുന്നത് ഏത് ബാങ്കാണ്? നമ്മളെല്ലായ്പ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ഓഫ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേരെന്താണ് എന്ന് എക്സാമിനേഷൻ ചോദിച്ചാൽ ഇംപീരിയൽ ബാങ്ക് ആണ് എന്ന് ഓർക്കുക. 1921 ബാങ്ക്സ് ഓഫ് ഈ പറയുന്ന നമ്മളുടെ ബംഗാൾ, ബാങ്ക്സ് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ്, ഇവർ 3 പേരും കൂടി അമാൽഗേറ്റ് ചെയ്തിട്ടാണ് 1921 ഇംപീരിയൽ ബാങ്ക് ഉണ്ടായത്. എന്നാൽ ഈ ഇംപീരിയൽ ബാങ്കിന്റെ പേര് നമ്മൾ പിന്നീട് മാറ്റുന്നുണ്ട്. എപ്പോഴാണ് മാറ്റുന്നത്? നാഷണലൈസേഷന് ശേഷം 1955 ബാങ്കുകൾ നാഷണലൈസ് ചെയ്ത പാറ്റേൺ. 1955 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ നമ്മൾ നാഷണലൈസ് ചെയ്തു. ദ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് നെയിംഡ് ആസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SBI. നമ്മൾ ഇന്ന് കാണുന്ന, നമ്മൾ ഏറ്റവും അടുത്ത് പോകുന്ന നമ്മളുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI എന്ന് പറയുന്നത് അതിന്റെ ആദ്യത്തെ പേര് ഇംപീരിയൽ ബാങ്ക് ആണ്. So they may ask examination that what is the name of this SBI or what is the oldest name of this SBI? SBIയുടെ പഴയ പേര് ഏതാണെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷിൽ കാണാൻ ഇംപീരിയൽ ബാങ്ക്. ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ 1921. 1921 SBI സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നേരം അതിന്റെ പേര് ഇംപീരിയൽ ബാങ്ക് എന്നായിരുന്നു. പക്ഷേ 1955 SBIയുടെ പേര് നമ്മൾ SBI എന്നാക്കി. അപ്പോൾ എക്സാമിനേഷൻ ചോദിക്കും SBI നാഷണലൈസ് ചെയ്ത വർഷം ഏതാണെന്ന്. SBI നാഷണലൈസ് ചെയ്ത വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 1955 SBI നാഷണലൈസ് ചെയ്തത്. ഇനി മറന്നു പോകത്തില്ലല്ലോ, SBI നാഷണലൈസ് ചെയ്തത് 1955. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മെർജ്ഡ് വിത്ത് 3 ബാങ്ക്സ്. നമ്മൾ ഓൾറെഡി പഠിച്ചു. ഏതൊക്കെ ബാങ്ക്സാ നിങ്ങളോട് ഞാൻ പറഞ്ഞു. അവർ ആദ്യം വന്ന് ബോംബെയിലേക്ക് കൊണ്ടുവന്നു. ആദ്യം വന്ന് കൊൽക്കത്തയിൽ വന്നു ആണല്ലോ. കൊൽക്കത്ത, ദെൻ ബോംബെ, പിന്നെ മദ്രാസ് എന്ന് പറയുന്ന പാറ്റേണിലേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തു. കൊൽക്കത്തയും ബോംബെയിലും മദ്രാസിലും അവരുണ്ടായിരുന്നു. ഈ കൊൽക്കത്ത എന്ന് പറയുന്ന ബംഗാളല്ലേ, ബംഗാളിന്റെ ക്യാപിറ്റൽ അല്ലേ. സോ ബംഗാൾ, ബോംബെ, മദ്രാസ്. ദിസ് ഈസ് ദ പാറ്റേൺ. 1921 ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ വിച്ച് വാസ് കൺവേർട്ടഡ് ഇൻ ടു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇനി മറന്നു പോകുമോ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര് ഇംപീരിയൽ ബാങ്ക്. ഏതൊക്കെ ബാങ്കുകൾ ചേർന്നായിരുന്നു ഇംപീരിയൽ ബാങ്ക് 1921 തുടങ്ങിയത്? പഠിക്കാൻ എളുപ്പമാണ്. 1921 ഇത് സ്റ്റാർട്ട് ചെയ്തത് എന്ന് നമ്മൾ പറഞ്ഞു ആണല്ലോ. 21 എന്ന് പറഞ്ഞാൽ 2+1 3 ബാങ്കുകൾ ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞു. ബ്രിട്ടീഷുകാരാണ് ഇംപീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അവർ കൊൽക്കത്തയിൽ തുടങ്ങി. കൊൽക്കത്തയ്ക്ക് ബംഗാൾ എന്ന ബാങ്ക്, ബാങ്ക് ഓഫ് ബംഗാൾ, ദെൻ ബോംബെ, ബാങ്ക് ഓഫ് ബോംബെ, മദ്രാസ്. ഇങ്ങനെയാണ് ആ ഏരിയ ഇന്ത്യ മുഴുവൻ പിടിച്ചടക്കുക എന്നുള്ളവരുടെ ലക്ഷ്യമായിരുന്നു. ആ പാറ്റേൺ നമ്മൾ നോക്കിയാൽ മതി. ഇന്ത്യയുടെ പാറ്റേൺ അവർ നമ്മളെ കവർ ചെയ്തു എന്നുള്ള നമുക്ക് എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ പറ്റും. So Central Bank of India was the first public bank to introduce credit card. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്രെഡിറ്റ് കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത പബ്ലിക് ബാങ്ക് ഏതാണ് എന്നുള്ളതാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്രെഡിറ്റ് കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്രെഡിറ്റ് കാർഡുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് ദ ഫസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് വിച്ച് വാസ് മാനേജ്ഡ് ബൈ ഇന്ത്യൻസ്. ഇനി ആദ്യമായിട്ട് ഇന്ത്യൻസ് മാനേജ് ചെയ്ത ആദ്യത്തെ കൊമേഴ്ഷ്യൽ ബാങ്ക് ഏതാ? ആദ്യമായിട്ട് ഇന്ത്യൻസ്
മാനേജ് ചെയ്ത കൊമേഴ്ഷ്യൽ ബാങ്ക് അത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇങ്ങനെ ഓർത്തിരുന്നാൽ പോരെ. നമ്മൾ ഇന്ത്യക്കാരാകുമ്പോൾ സെൻട്രലിൽ തന്നെ കിട്ടണ്ടേ? സെൻട്രൽ മൊത്തം ഇന്ത്യക്കാരുടെ കയ്യിൽ ഇരിക്കുമല്ലേ? സോ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയാണ് ഫസ്റ്റ് പബ്ലിക് ബാങ്ക് എന്ത് ചെയ്തത്? ക്രെഡിറ്റ് കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ ക്രെഡിറ്റ് കാർഡൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം സെൻട്രൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ടേ? അതോ എവിടെയെങ്കിലും മൂലയിലൊക്കെ കൊണ്ട് കൊടുത്താൽ മതിയോ? പോരാ, സെൻട്രൽ തന്നെ കൊടുത്താൽ മതി. അപ്പോൾ ഇനി മറന്നു പോകുമോ? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ തന്നെ ക്രെഡിറ്റിൻ്റെ ഈ പാറ്റേൺ വെച്ച് നമുക്ക് കിട്ടില്ലേ? കണക്ട് ചെയ്യാൻ പറ്റില്ല സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് ICICI Bank was the first bank to provide mobile ATM. മൊബൈൽ ATM പ്രൊവൈഡ് ചെയ്ത ആദ്യത്തെ ബാങ്ക് ഏതാണ്? മൊബൈൽ ATM പ്രൊവൈഡ് ചെയ്ത ആദ്യത്തെ ബാങ്ക് ICICI ആണ്. മൊബൈൽ ATM പ്രൊവൈഡ് ചെയ്ത ആദ്യത്തെ ബാങ്ക് എന്ന് പറയുന്നത് ICICI ആണ്. എന്നാൽ ATM ആദ്യമായി പ്രൊവൈഡ് ചെയ്തത് ICICI ആണോ? ATM ആദ്യമായി പ്രൊവൈഡ് ചെയ്തത് ICICI ആണോ? അല്ല. ആദ്യമായി ATM പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആദ്യമായി ATM ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് HSBC ബാങ്ക് ആണ്. HSBC ബാങ്ക് ആണ് 1987 HSBC ബാങ്ക് ആണ് ആദ്യമായി ATM ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ ആദ്യമായി മൊബൈൽ ATM ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ICICI ബാങ്ക് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. സോ ആദ്യമായി മൊബൈൽ ATM ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മളുടെ ICICI ബാങ്ക് ആണ്. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് നോക്കാം. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മുടെ എക്സാമിനേഷൻസിൽ ഒരു ടോപ്പിക്ക് പോലും മിസ്സാക്കരുത്. അടുത്ത നമ്മൾ നോക്കുന്ന പാറ്റേൺ എന്ന് പറയുന്നത് ബാങ്ക് ഓഫ് ബറോഡയെ കുറിച്ചാണ്. ഹാസ് ദ മാക്സിമം നമ്പർ ഓഫ് ഓവർസീസ് ബ്രാഞ്ചസ്. ഓവർസീസ് ബ്രാഞ്ചസ് ഏറ്റവും കൂടുതലുള്ള ബാങ്കുകൾ ഏതാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ബാങ്ക് ഓഫ് ബറോഡയാണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഏറ്റവും പുറത്ത് ബ്രാഞ്ചുകൾ ഏറ്റവും കൂടുതലുള്ളത് ബാങ്ക് ഓഫ് ബറോഡയ്ക്കാണ് എന്നുള്ള കാര്യം ഓർക്കുക. ബാങ്ക് ഓഫ് ബറോഡ പ്രത്യേകതയാണ് ഏറ്റവും മാക്സിമം നമ്പർ ഓഫ് ഓവർസീസ് ബ്രാഞ്ചസ് ഉള്ളത്. ഇനി ഇന്ത്യയുടെ ഫസ്റ്റ് ടോക്കിംഗ് ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. ഇവിടെ നിന്ന് നമുക്ക് 2 ചോദ്യങ്ങൾ പഠിക്കാം. ATMന്റെ ഫുൾ ഫോം നമ്മളോട് ചോദിക്കും. എന്താണ് ATM എന്ന് പറയുന്നത്? ATMന്റെ ഫുൾ ഫോം എനി ടൈം മണിയാണോ? അല്ല, അതൊക്കെ നമ്മൾ തമാശയ്ക്ക് പറയുന്നതാണ്. ഓട്ടോമാറ്റിക് അല്ലേ? എളുപ്പത്തിൽ നമ്മൾ ഇടുക, ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടും. ആണോ? മാനുവൽ ആണോ? അല്ല, ഓട്ടോമാറ്റിക് ആണ്. സോ ഓട്ടോമേറ്റഡ് ആണ്. ടെല്ലർ ആണ്. അവരവിടെ നിന്ന് സംസാരിക്കാറില്ലേ? അങ്ങനെ ഓർത്ത് വെച്ചാൽ ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ ആണ് എന്ത്? ATM എന്ന് പറയുന്നത്. സോ ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ ടോക്കിംഗ് ഓട്ടോമേറ്റഡ് ടെല്ലിംഗ് മെഷീൻ ആരാണ് ലോഞ്ച് ചെയ്തത്? യൂണിയൻ ബാങ്ക് ആണ്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യ എന്ന് പറയുന്ന വികാരം കിട്ടാൻ വേണ്ടി, അതായത് ഇന്ത്യയുടെ പ്രത്യേകത എന്താ? ഡൈവേഴ്സിറ്റി. പല ലാംഗ്വേജുകൾ സംസാരിക്കുന്ന തെലുങ്ക്, മലയാളം, തമിഴ്, കന്നഡ, ഭോജ്പുരി, ഇങ്ങനെ പല ലാംഗ്വേജുകൾ സംസാരിക്കുന്ന ആണല്ലോ. അപ്പോൾ ഇന്ത്യ എന്ന വികാരം കിട്ടാൻ വേണ്ടി യൂണിയൻ ആണ്. ഇന്ത്യ ഒരു യൂണിയൻ ആണ്. സോ ടോക്കിംഗ് ആയിട്ടുള്ള ATM ആദ്യം സ്റ്റാർട്ട് ചെയ്ത ആരാണ്? നമ്മളുടെ യൂണിയൻ ബാങ്ക് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി ATM ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ആരാണ്? HSBC ആണ് ആദ്യമായിട്ട് ATM സ്റ്റാർട്ട് ചെയ്തത് ആണ്. ഇനി മൊബൈൽ ATM ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ആരാണ്? ICICI ആണ് എന്നുള്ള കാര്യം ഓർക്കുക. അടുത്ത നമ്മൾ നോക്കുന്നത് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ചാണ്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ബാങ്ക് ഓഫ് ഇന്ത്യ. സോ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രത്യേകത എന്താണ്? ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രത്യേകതയാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പാറ്റേൺ എന്ന് പറയുന്നത്. അതായത് ടോക്കിംഗ് ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ ഫോർ വിഷ്വലി ഇംപയർഡ് വാസ് ലോഞ്ച് ഇൻ അഹമ്മദാബാദ്. എവിടെ സ്റ്റാർട്ട് ചെയ്തത്? ഇന്ത്യയുടെ വെസ്റ്റേൺ സ്റ്റേറ്റ് ആയ ഗുജറാത്തിലാണ്, അഹമ്മദാബാദിലാണ്. ആര്? നമ്മളുടെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തത്. ഇങ്ങനെ ഓർത്താൽ മതി. അതായത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഇനി എവിടെ സ്റ്റാർട്ട് ചെയ്തത് എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ? നമ്മളുടെ യൂണിയൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയുടെ യൂണിയൻ, ഇന്ത്യ ഭരിക്കുന്ന ആരാ? ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആണ്. നരേന്ദ്രമോദി വരുന്ന ഗുജറാത്തിൽ നിന്നാണല്ലേ വരുന്നത്. സോ ഗുജറാത്ത് ഈസിലി കണക്ട്. ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ്. അല്ലെങ്കിൽ നമുക്കറിയാം ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ഭയങ്കരമായിട്ട് ബിസിനസ്സുകളൊക്കെ നടക്കുന്നത്. സോ ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ വിഷ്വലി ഇംപയർഡായ ആൾക്കാർക്ക് വേണ്ടി ടോക്കിംഗ് ATM ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തിരിക്കാം. നമുക്ക് അടുത്തൊരു പാറ്റേണിലേക്ക് പോവാം. നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, NPCI. സോ ഫുൾ ഫോം പഠിച്ചു വയ്ക്കണം. നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലോഞ്ചസ് ഇന്ത്യസ് ഫസ്റ്റ് റൂറൽ ബാങ്ക് ATM കാർഡ്. ഇന്ത്യയുടെ ആദ്യത്തെ റൂറൽ ബാങ്ക് ATM കാർഡ് വിത്ത് എ റീജിയണൽ റൂറൽ ബാങ്ക് ഇൻ വാരണാസി. വാരണാസി എവിടാ? ഉത്തർപ്രദേശിലാണ്. ഇന്ത്യയുടെ സ്പിരിച്വൽ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് വാരണാസിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ
ഗുജറാത്തിൽ നിന്ന് വരുന്ന നരേന്ദ്രമോദിയുടെ ലോകസഭാ സീറ്റ് എവിടെയാണ്? അതും വാരണാസിയിൽ നിന്നാണ്. മൊത്തം ഇന്ത്യയിൽ എത്ര ലോകസഭാ സീറ്റുകളുണ്ട്? മൊത്തം ഇന്ത്യയിൽ പഠിക്കാൻ എളുപ്പമല്ലേ? 5, 4, 3 543 ലോകസഭാ സീറ്റുകളാണ് ഇന്ത്യയിലുള്ളത്. അതിൽ നരേന്ദ്രമോദിയുടെ ലോകസഭാ സീറ്റാണ് സ്പിരിച്വൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വാരണാസിയാണ് ഈ പറയുന്ന നമ്മളുടെ നരേന്ദ്രമോദിയുടെ ഈ പറയുന്ന വാരണാസി എന്ന് പറയുന്നത്. ഈ വാരണാസി ഉത്തർപ്രദേശിലെ വാരണാസിയിലാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആദ്യത്തെ റൂറൽ ബാങ്ക് ATM കാർഡ് വരുന്നത്. റൂറൽ ബാങ്ക് ATM കാർഡ് ആദ്യത്തെ വരുന്നത് വാരണാസിയിലാണ്. ആരാണ് സ്റ്റാർട്ട് ചെയ്തത്? നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ NPCL ആണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇനി നമ്മൾ നോക്കുകയാണ് ആദ്യത്തെ ഇന്ത്യൻ ബാങ്ക് ISO സർട്ടിഫിക്കറ്റ് കിട്ടിയ ആദ്യത്തെ ഇന്ത്യൻ ബാങ്ക് ആരാണ് എന്നുള്ളതാണ്. ആദ്യത്തെ ഇന്ത്യൻ ബാങ്ക് കാനറ ബാങ്ക് ആണ്. ISO സർട്ടിഫിക്കറ്റ് കിട്ടിയ ആദ്യത്തെ ഇന്ത്യൻ ബാങ്ക് എന്നറിയപ്പെടുന്നത് കാനറ ബാങ്ക് ആണ്. നമ്മളിങ്ങനെ ആലോചിക്കുക, ആദ്യമായിട്ട് ISO സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്യാമറ ഫോട്ടോ എടുത്ത് വെക്കത്തില്ലേ? ക്യാമറയിൽ ഫോട്ടോ എടുത്ത് വെക്കും. സോ ആദ്യത്തെ ഇന്ത്യൻ ബാങ്ക് ISO സർട്ടിഫിക്കറ്റ് കിട്ടിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് കാനറ ബാങ്ക് ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് സ്റ്റാർട്ടഡ് സോൾലി വിത്ത് ഇന്ത്യൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഈസ് PNB. ഇനി നമ്മൾ ആദ്യത്തെ ബാങ്ക് ആരാന്ന് പറഞ്ഞിരുന്നു. ആദ്യത്തെ ബാങ്ക് ആരാ? ഇന്ത്യ നോർത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഹിന്ദുസ്ഥാൻ ആണ് എന്ന് പറഞ്ഞു. സോ ഹിന്ദുസ്ഥാൻ ആണ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. ആണല്ലോ ആദ്യത്തെ ബാങ്ക്. അപ്പം ഇവിടെ എന്താ പ്രത്യേകത? ഇന്ത്യൻ ബാങ്ക് സ്റ്റാർട്ടഡ് സോൾലി വിത്ത് ഇന്ത്യൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. അത് ബ്രിട്ടീഷുകാരുടെ ഒരു പാറ്റേൺ അതിനകത്ത് ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരായിരുന്നു അതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തിയത്. ആണല്ലോ നമ്മൾ കണ്ടു. വർഷം ഓർമ്മയുണ്ടായിരുന്നു? 1770 ആദ്യമായിട്ട് തുടങ്ങിയതല്ലേ? അപ്പം 1770 ആണ് ബ്രിട്ടീഷുകാരായിരുന്നു. എന്നാൽ ഇനി ഇന്ത്യൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. പഞ്ചാബ് നാഷണൽ ബാങ്ക് PNB, വെരി ഇമ്പോർട്ടൻറ്റ്. പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഫൗണ്ടർ ഓഫ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആരാണ് എന്ന് ചോദിക്കും. നിങ്ങൾക്കറിയാം ലാൽ ബാൽ പാൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ ആദ്യത്തെ മനുഷ്യൻ ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായ് ആണ്. ലാലാ ലജ്പത് റായ്. ബാൽപാൽ കേട്ടിട്ടുണ്ടോ? ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്ര പാൽ ആണല്ലോ. സോ ഇവരാണ് ലാൽ ബാൽപാൽ. ഇതിലെ ആദ്യത്തെ മനുഷ്യനാണ്. പഞ്ചാബിന്റെ ഷെയർ ആയ ലാലാ ലജ്പത് റായ് ആണ് നമ്മൾ ആദ്യമായി പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്റ്റാർട്ട് ചെയ്ത ആരാണെന്ന് എക്സാമിനേഷൻ ചോദിക്കും. ലാലാ ലജ്പത് റായ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. ഹി ഈസ് എ ഫ്രീഡം ഫൈറ്റർ ഓൾസോ. വെൽ, സോ വി ആർ ബാക്ക് ഇൻ ടു ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. എന്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രത്യേകത? ബാങ്ക്സ് ഓഫ് ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക്, സെൻട്രൽ ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക്, ബാങ്ക്സ് ഓഫ് ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക്, സെൻട്രൽ ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഹെഡ് ക്വാർട്ടർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹെഡ് ക്വാർട്ടർ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയുടെ ക്യാപിറ്റലായ മുംബൈയിലാണ് എന്നുള്ള കാര്യം ഓർക്കുക. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതും മുംബൈ തന്നെയാണ് എന്നുള്ള കാര്യം ഓർക്കുക. മുംബൈയാണ് ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. മഹാരാഷ്ട്രയുടെ ക്യാപിറ്റലും മുംബൈ തന്നെയാണ് എന്നുള്ള കാര്യം ഓർക്കുക. സോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1935 സ്റ്റാർട്ട് ചെയ്തത്. RBI സ്റ്റാർട്ട് ചെയ്ത വർഷം ഏതാണ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഇൻ 1935. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് RBI സ്റ്റാർട്ടഡ് ആയി എന്നുള്ള കാര്യം ഓർക്കുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തത് 1935. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് RBI സ്റ്റാർട്ടഡ് ആയി. വെൽ, ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആരാണ്? ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ഞാൻ ഷോർട്ട് കട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നായിരുന്നു. ഓർമ്മയുണ്ടോ? കൈസയൊക്കെ കൊടുക്കണേ, കുറച്ച് മല്ലന്റെ കൈ കൊടുക്കണം നമ്മൾ പറഞ്ഞില്ലേ? കുറച്ച് മല്ലന്റെ കൈ കൊടുക്കണം. സഞ്ജയ് മൽഹോത്രയിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ. ആദ്യത്തെ ഗവർണർ ആരാ? ആദ്യത്തെ ഗവർണർ, ഫസ്റ്റ് ഗവർണർ ഓഫ് RBI മിസ് ഓസ്ബോൺ സ്മിത്ത് ആണല്ലോ. ഓസ്ബോൺ സ്മിത്ത് ആണ് എന്ത് ആദ്യത്തെ ഗവർണർ എന്ന് പറയുന്നത്. ഓസ്ബോൺ സ്മിത്ത് ആണ്. ഞാൻ പറഞ്ഞു ബോൺ ജനിക്കല്ലേ. RBI 1935 ജനിച്ചതേ ഉള്ളൂ. ജനിക്കുമ്പോൾ നമുക്ക് ബോൺ എന്ന് പറഞ്ഞ പാറ്റേൺ ആണ് കൊടുക്കുന്നത്. ജനിക്കുമ്പോൾ ബോൺ ഓസ്ബോൺ സ്മിത്ത്. ഈസിലി യു ക്യാൻ കണക്ട്. അല്ലെങ്കിൽ തന്നെ ഗോൾഡ് സ്മിത്ത് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കണക്ട് ചെയ്യാം. ഓസ്ബോൺ സ്മിത്ത് ഫസ്റ്റ് ഇന്ത്യൻ ഗവർണർ ഓഫ് RBI. ഓസ്ബോൺ സ്മിത്ത് ഒരു ഇന്ത്യക്കാരാണോ? അല്ല, ഇന്ത്യക്കാരല്ല ഓസ്ബോൺ സ്മിത്ത് എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ ഇന്ത്യയുടെ ഗവർണർ പദവി അലങ്കരിച്ച, അതായത് ഇന്ത്യക്കാരനായിട്ട് ഗവർണർ പദവിയിലേക്ക് എത്തിയ ആദ്യത്തെ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് മിസ്റ്റർ CD ദേശ്മുഖ്. ദേശസ്നേഹമുള്ള ഒരാളെയല്ലേ നമുക്ക് ഇന്ത്യയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരാൻ പറ്റൂ. അപ്പൊ ഇന്ത്യൻ ഗവർണറായി വന്ന RBIയുടെ ആദ്യത്തെ ഗവർണർ ആരെന്ന് ചോദിച്ചാൽ CD ദേശ്മുഖ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. CD ദേശ്മുഖ്. സോ വി ആർ പാറ്റേൺ ടു ഫസ്റ്റ് ബാങ്ക് ടു ഇൻട്രൊഡ്യൂസ് സേവിംഗ് അക്കൗണ്ട്സ് ഇൻ ഇന്ത്യ. സേവിംഗ് അക്കൗണ്ട്സ് തുടങ്ങിയത് ആരാണ്? ആദ്യമായിട്ട് ഇന്ത്യയിൽ സേവിംഗ് അക്കൗണ്ട്സ് തുടങ്ങിയത് പ്രസിഡൻസി ബാങ്ക് ആണ്. പ്രസിഡൻസി ബാങ്ക് ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സേവിംഗ് അക്കൗണ്ട് തുടങ്ങിയത് 1833. 1833 ഇന്ത്യയിൽ ആദ്യമായിട്ട്
സേവിങ്സ് അക്കൗണ്ട് തുടങ്ങുന്നത് പ്രസിഡൻസി ബാങ്കാണ്. രണ്ടാമത്തത് പാറ്റേണിൽ ഫസ്റ്റ് ബാങ്ക് ടു ഇൻട്രൊഡ്യൂസ് ചെക്ക് സിസ്റ്റം. ഇന്ത്യയിൽ ചെക്ക് സിസ്റ്റം തുടങ്ങിയ ആദ്യത്തെ ബാങ്ക് ആരാണ് എന്നുള്ളതാണ് ബംഗാൾ ബാങ്കാണ്. 1833 ബംഗാൾ ബാങ്കാണ് ആദ്യമായി ചെക്ക് തുടങ്ങിയത്. എങ്ങനെ ഓർത്തിരിക്കും? നിങ്ങൾ ബംഗാളിയായ ഒരു മനുഷ്യനെ ഓർക്കോ. നിങ്ങളുടെ വീട്ടിൽ ബംഗാളിയായ ഒരാൾ വന്നപ്പോൾ നിങ്ങൾ ചെക്ക് എഴുതി കൊടുത്തു. നമ്മുടെ കാശിലായിരുന്നു, നമ്മൾ ചെക്ക് എഴുതി കൊടുത്തു. ഓർത്തിരിക്കുക. സോ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഓർത്തിരിക്കാൻ പറ്റും. ആദ്യമായിട്ട് ചെക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബംഗാൾ ബാങ്കാണ്. ബംഗാൾ ബാങ്കാണ് ആദ്യമായിട്ട് ചെക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ബാങ്ക് ടു ഇൻട്രൊഡ്യൂസ് ഇന്റർനെറ്റ് ബാങ്കിങ്. ഇന്റർനെറ്റ് ബാങ്കിങ് ആദ്യമായി സ്റ്റാർട്ട് ചെയ്ത ആരാണ്? ICICI ബാങ്കാണ്. നമ്മൾ നേരത്തെ ഒരു കാര്യം പഠിച്ചിരുന്നു. അത് മൊബൈൽ ATM സ്റ്റാർട്ട് ചെയ്ത ആരാണ്? അതും നമ്മളുടെ ICICI തന്നെയാണ്. അപ്പോൾ മൊബൈലല്ലേ നമ്മൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ മൊബൈലല്ലേ ഇപ്പോൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ പറ, ഇന്റർനെറ്റ് ബാങ്കിങ് നിങ്ങൾക്ക് എളുപ്പത്തിൽ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റില്ലേ? ദിസ് ഇസ് കണക്റ്റിംഗ് മെത്തേഡ്. സോ ICICI ബാങ്കാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്റർനെറ്റ് ബാങ്കിങ് സ്റ്റാർട്ട് ചെയ്തത്. ICICI ബാങ്കാണ്. ഫസ്റ്റ് ബാങ്ക് ടു ഇൻട്രൊഡ്യൂസ് മ്യൂച്വൽ ഫണ്ട്. ഇനി ഇന്ത്യയിൽ ആദ്യമായി മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്ത ആരാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. നമ്മൾ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും മ്യൂച്വലായിട്ട് പെട്ടെന്ന് പോകുന്ന ആര്? SBI അടുക്കല്ലേ നമ്മൾ പോകുന്നത്. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങുമ്പോൾ SBI യിലേക്കാണ് നിങ്ങൾ ആദ്യം പോകുന്നത്. മ്യൂച്വൽ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തവരാണ്. സോ മ്യൂച്വൽ ഫണ്ട് SBI. നിങ്ങൾ പറയൂ, ആരാണ് SBI യുടെ ആദ്യത്തെ പേരെന്തായിരുന്നു എന്നുള്ളത്? SBI യുടെ ആദ്യത്തെ പേര് ഇമ്പീരിയൽ ബാങ്ക് എന്നായിരുന്നു. ഏത് വർഷമായിരുന്നു ഇമ്പീരിയൽ ബാങ്ക് സ്റ്റാർട്ട് ചെയ്തത് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. കാരണം 3 ബാങ്കുകൾ ഒരുമിച്ച് ചേർന്നിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. 1921 ഇമ്പീരിയൽ ബാങ്ക് സ്റ്റാർട്ട് ചെയ്തത്. എന്നാൽ നിങ്ങൾ പറയൂ, SBI നാഷണലൈസ്ഡ് ആയ വർഷം ഏതായിരുന്നു? 1955 SBI നാഷണലൈസ് ചെയ്തത് എന്നുള്ളത്. എന്നാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് എന്നാണ്? 1935. ആദ്യത്തെ ഗവർണർ ആരായിരുന്നു? വേഗം പറയൂ. ജനിച്ചോളൂ, റിസർവ് ബാങ്ക് ജനിച്ചോളൂ. ഓസ്ബോൺ സ്മിത്ത് ആണ്. എന്നാൽ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ആരാണ്? നിങ്ങൾ പറയൂ, വേഗം പറയൂ. ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ദേശസ്നേഹമുള്ള ഒരാളല്ലേ അവിടെ പിടിച്ചിടാൻ പറ്റൂ? ദേശ്മുഖ് ആണ്. സോ യു കൻ ഈസിലി കണക്ട് ദാറ്റ് പാറ്റേൺ. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാർജസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഇൻ ഇന്ത്യ. ലാർജസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഇൻ ഇന്ത്യൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ലാർജസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക്, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്നറിയപ്പെടുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലേ? നമ്മൾ എന്താവശ്യത്തിനും SBI യിലാണ് പോകുന്നതെന്ന് പറഞ്ഞു. മ്യൂച്വൽ ആണെന്ന് പറഞ്ഞു. സോ മ്യൂച്വൽ ഫണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് SBI ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക് ആയതുകൊണ്ടല്ലേ നമ്മൾ അങ്ങോട്ട് പോകുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ് ആര്? SBI. എന്നാൽ ഫസ്റ്റ് ബാങ്ക് ടു ഇൻട്രൊഡ്യൂസ് ക്രെഡിറ്റ് കാർഡ് ആരാണ്? ഇന്ത്യയിൽ ആദ്യമായി ക്രെഡിറ്റ് കാർഡ് കൊണ്ടുവന്നത് ആരാണ് എന്നുള്ളതാണ്? സെൻട്രൽ ബാങ്ക് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. അതായത് ക്രെഡിറ്റ് കാർഡൊക്കെ കൊണ്ടുവരണമെങ്കിൽ സെൻട്രൽ അല്ലേ അത് കൊണ്ടുവരാൻ പറ്റൂ. സെൻട്രലിനല്ലേ കൊണ്ടുവരാൻ പറ്റൂ, അല്ലാതെ മൂലക്കൊന്നും പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു. സോ സെൻട്രൽ ബാങ്ക് ക്രെഡിറ്റ് കാർഡ് കൊണ്ടുവന്നത് സെൻട്രൽ ബാങ്ക് ആണ്. ഇനി ക്രെഡിറ്റ് കാർഡിന് മറ്റൊരു പേരെന്താണ്? ക്രെഡിറ്റ് കാർഡിൻ്റെ മറ്റൊരു പേരാണ് പ്ലാസ്റ്റിക് മണി എന്നറിയപ്പെടുന്നത്. നമ്മുടെ എക്സാമിനേഷൻ ചോദിക്കും, പ്ലാസ്റ്റിക് മണി എന്നറിയപ്പെടുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് നിങ്ങൾ പിക്ക് ചെയ്യണം. ക്രെഡിറ്റ് കാർഡാണ് പ്ലാസ്റ്റിക് മണി എന്നുള്ളത്. ഇനി ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ആർ ക്യാരിഡ് ഔട്ട് ബൈ RBI. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ആരാണ് ക്യാരി ചെയ്യുന്നത് എന്ന് എക്സാമിനേഷൻ ചോദിക്കും. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനുകൾ ക്യാരി ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫംഗ്ഷനിങ് പാറ്റേണിൽ നടക്കുന്ന ഒന്നാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. സോ RBI ആണ് ഈ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ക്യാരി ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി ഇന്ത്യയുടെ ഫസ്റ്റ് ഫിനാൻഷ്യൽ ആർച്ചീവ് ഹാസ് ബീൻ സെറ്റപ്പ് അറ്റ് വെയർ? They may ask, ഇന്ത്യയിൽ എവിടെയാണ് ആദ്യത്തെ ഫിനാൻഷ്യൽ ആർച്ചീവ് സെറ്റപ്പ് ചെയ്തത്? കൊൽക്കത്തയിലാണ്. പഠിക്കാൻ എളുപ്പമാണ്. സിറ്റി ഓഫ് ജോയ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഈ കൊൽക്കത്തയാണ്, സിറ്റി ഓഫ് ജോയ്. അപ്പോൾ സന്തോഷം വേണമെങ്കിൽ എന്ത് വേണം? പൈസ വേണം. പൈസ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ജീവിതത്തിൽ സന്തോഷിക്കാൻ പറ്റൂ. അപ്പോൾ സിറ്റി ഓഫ് ജോയ് ഫസ്റ്റ് ഫിനാൻഷ്യൽ ആർച്ചീവ് എന്നുള്ള ഓർക്കാം. ഇനി അതല്ല, ഞാൻ ആദ്യമേ പറഞ്ഞു ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് ഈ പറയുന്ന ഇമ്പീരിയൽ ബാങ്ക് എന്ന് പറയുന്ന സാധനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് മുമ്പ് 3 ബാങ്കുകൾ അമാഗൽറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. ആദ്യമായിട്ട് എവിടെ വരുന്നത്? ബംഗാളിലാണ് എന്നുള്ള കോൺസെപ്റ്റ് പറഞ്ഞില്ലായിരുന്നു. സോ ബംഗാളിൻ്റെ ക്യാപിറ്റൽ അല്ലേ കൊൽക്കത്ത. യു കൻ ഈസിലി കണക്ട് ദാറ്റ് പാറ്റേൺ. CRR എന്ന് പറയുന്ന പാറ്റേൺ SLR റിപ്പോ റേറ്റ്, റിസർവ് റിപ്പോ റേറ്റ് ആണല്ലോ. CRR, SLR, റിപ്പോ റേറ്റ്, റിസർവ് റിപ്പോ റേറ്റ്, ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്ന ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. RBIയുടെ റേറ്റിംഗ് പാറ്റേൺസ് വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സ് ആണ് എന്നുള്ളത്. അതായത് എന്താണ് റിപ്പോ റേറ്റ്, റിസർവ് റിപ്പോ റേറ്റ് എന്നൊക്കെയുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ അടുത്ത പാറ്റേണിലേക്ക് പോകുന്നത് സേവിംഗ് ബാങ്ക്സ് ഇൻട്രസ്റ്റ് റേറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്, ലോൺ റേറ്റ്സ്, ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് ആരാ? അതാത് ബാങ്കുകളാണ്. എന്ത്? സേവിംഗ് ബാങ്ക്സ് ഇൻട്രസ്റ്റ് റേറ്റ്, ഫിക്സഡ് ഡിപ്പോസിറ്റ് റേറ്റ്, ലോൺ റേറ്റ്, ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് അതേ ബാങ്കുകളാണ്. ഇനി ബാങ്ക് വിച്ച് ഹാസ് ലോഞ്ച്ഡ് മൊബൈൽ ബാങ്ക് അക്കൗണ്ട്സ് ഇൻ അസോസിയേറ്റഡ് വിത്ത് വോഡഫോൺസ് എംപൈസ. വോഡഫോൺ എംപൈസ വെച്ച് ഏത് ബാങ്കാണ് ആദ്യമായി മൊബൈൽ ബാങ്ക് അക്കൗണ്ട്സ് ലോഞ്ച് ചെയ്തതെന്ന് വെച്ചാൽ
HDFC ആണ് എന്നുള്ള കാര്യം ഓർക്കുക. സോ ഇന്ത്യയിൽ ആദ്യമായിട്ട് മൊബൈൽ ബാങ്ക് അക്കൗണ്ട് ആണ്. മൊബൈൽ ATM ആണെങ്കിൽ നമുക്ക് ഓർമ്മയുണ്ടാറ് ICICI, അത് തന്നെയാണ് ഇന്റർനെറ്റ്. അപ്പോൾ അവിടെയാണ് ആദ്യമായി നെറ്റ് ബാങ്കിങ് വന്നതും ICICI ആണ്. എന്നാൽ മൊബൈൽ ബാങ്ക് അക്കൗണ്ട് HDFC ആണ് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ഏതാണ്? പബ്ലിക് സെക്ടർ ബാങ്ക് നമുക്കറിയാം, നമ്മൾ SBIയിൽ ജോലിയൊക്കെ കിട്ടുക എന്ന് വെച്ചാൽ നല്ല കാശാണ് ആണല്ലോ. ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നത് നല്ല ശമ്പളമാണ്. പബ്ലിക് സെക്ടർ ആണ്, പ്രൈവറ്റ് അല്ല, പബ്ലിക് ആണ്. സോ ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇനി ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്കോ? ഇന്ത്യയിലെ ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്, പ്രൈവറ്റ് സെക്ടർ ഏതാണ്? അത് ICICI ബാങ്ക് ആണ്. ICICI ബാങ്കിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്ത് കൊണ്ടുവന്നതാണ് ഞാൻ പറഞ്ഞത്? ഇന്ത്യയിൽ ആദ്യമായിട്ട് മൊബൈൽ ATM കൊണ്ടുവന്നത് അവരാണ്. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്റർനെറ്റ് ബാങ്കിങ് കൊണ്ടുവന്നത് അവരാണ്. എന്നാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ATM കൊണ്ടുവന്നവരാണോ? അല്ല, ഇന്ത്യയിൽ ആദ്യമായിട്ട് ATM കൊണ്ടുവന്നത് HSB ആണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി ATM കൊണ്ടുവന്നത് HSBC ആയിരുന്നു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. വെൽ, സോ ലാർജസ്റ്റ് ഫോറിൻ ബാങ്ക് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫോറിൻ ബാങ്ക് ആരാണ്? സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക് ആണ്. സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക് ആണ് ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഫോറിൻ ബാങ്ക് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. ചാർട്ടേഡ് ബാങ്ക്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് എന്ന് ഓർക്കുക. നമ്മൾ CA പുറത്തുനിന്ന് കൊണ്ടുവന്നെന്ന് ഓർത്തായി ചാർട്ടേഡ് ബാങ്ക് ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ എളുപ്പത്തിൽ ഓർക്കാം. ഫോറിൻ ബാങ്ക് അല്ലേ, ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് അവരിങ്ങ് വന്നെന്ന് ഓർത്തായി. ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് കിട്ടില്ലേ, ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് വന്നു എന്നുള്ള. സോ നമ്മൾ സാധാരണഗതിയിൽ സിനിമയിലൊക്കെ ഡയലോഗ് പറയത്തില്ലേ, ആ പാറ്റേണിൽ ഓർത്തിരിക്കാം. ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് ടു ഓപ്പൺ ബ്രാഞ്ച് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്ത് ആദ്യമായിട്ട് ബ്രാഞ്ച് ഓപ്പൺ ചെയ്ത ആരാണ്? ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യക്ക് പുറത്തായിട്ട് ഒരു ബാങ്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പം അവർ ചോദിക്കത്തില്ലേ, പുറത്തുനിന്ന് ആരോ വന്നല്ലോ, അത് ആരുടെ ബാങ്കായിരുന്നു? അയ്യോ, അത് നമ്മുടെ ഇന്ത്യക്കാരുടെ ബാങ്കാണ്, ബാങ്ക് ഓഫ് ഇന്ത്യ. കണ്ടോ, എളുപ്പത്തിൽ ഓർക്കാൻ പറ്റില്ലേ? ബാങ്ക് ഓഫ് ഇന്ത്യ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് കിട്ടില്ലേ. പുറത്തെ രാജ്യക്കാരൊക്കെ ഏതോ പുതിയ ബാങ്ക് ഇവിടെ വന്ന് ആരുടെയായിരുന്നു, അത് ആ ഇന്ത്യക്കാരൻ്റെ ബാങ്കാണ് ബാങ്ക് ഓഫ് ഇന്ത്യ. യു കൻ ഈസിലി കണക്ട് ദാറ്റ്. സോ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇറ്റ് ഈസ് ഇൻ 1946. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 1 വർഷം മുമ്പ് എന്ത് സ്റ്റാർട്ട് ചെയ്തു? ഈ പറഞ്ഞ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തു. എവിടെ സ്റ്റാർട്ട് ചെയ്തത്? നമുക്ക് ആകെ പുറത്തുള്ള ആരെയും പരിചയമുള്ളത്, നമുക്ക് ഇംഗ്ലണ്ടുകാരല്ലേ പരിചയമുള്ളൂ, വേറെ ആരെയും നമുക്ക് പരിചയമില്ലല്ലോ, നമ്മൾ അവരല്ലേ ഭരിച്ചത്. സോ ഇംഗ്ലണ്ടിന്റെ ക്യാപിറ്റൽ ഇസ് ലണ്ടൻ. ലണ്ടനിലാണ് നമ്മൾ ഈ സാധനം സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് RRB നെയിംഡ് പ്രഥമ ഗ്രാമീൺ ബാങ്ക്. RRB നമുക്കറിയാം, RRB റിക്രൂട്ട്മെന്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം ആണല്ലോ. റീജിയണൽ റൂറൽ ബാങ്ക്, ബാങ്കിങ്ങിൽ ഏറ്റവും എളുപ്പത്തിൽ കയറാൻ പറ്റുന്ന ഒരു റിക്രൂട്ട്മെന്റ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. റീജിയണൽ റൂറൽ ബാങ്ക് IBPSനേക്കാൾ എളുപ്പം RRB ആണല്ലോ. സോ റീജിയണൽ റൂറൽ ബാങ്ക് ആദ്യമായി സ്റ്റാർട്ട് ചെയ്ത ഗ്രാമീൺ ബാങ്കിൻ്റെ പേരാണ് പ്രഥമ. ആദ്യമായി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രഥമം എന്നല്ലേ പേര് കൊടുക്കാൻ പറ്റൂ, പ്രഥമ. അല്ലെങ്കിൽ നമുക്ക് അന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പരിപാടിക്ക് പ്രഥമൻ ഉണ്ടായിരുന്നു, അടപ്രഥമൻ ഉണ്ടായിരുന്നു എന്നൊന്ന് ഓർത്ത് നോക്കിയേ. സോ പ്രഥമ ഗ്രാമീണ ബാങ്ക് സ്റ്റാർട്ട് ചെയ്തത് ആരാണ്? സിൻഡിക്കേറ്റ് ബാങ്ക് ആണ് സ്റ്റാർട്ട് ചെയ്തത് സിൻഡിക്കേറ്റ് ബാങ്ക് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. സിൻഡിക്കേറ്റ് ആണ് ഫസ്റ്റ് ബാങ്ക് ടു ഇൻട്രൊഡ്യൂസ് ATM that we already discussed. It is in HSBC. It was in 1987 and the capital market regulator, it is SEBI. നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റ് റെഗുലേറ്ററെ വെച്ച് പറഞ്ഞ് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. സെബി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഈ സെബി എന്ന് പറയുന്നത്. അതായത് ക്യാപിറ്റൽ മാർക്കറ്റുകളെ കൺട്രോൾ ചെയ്യുന്ന, അവരുടെ കാര്യങ്ങളെ നോക്കുന്ന ആൾക്കാരെയാണ് ക്യാപിറ്റൽ മാർക്കറ്റ് റെഗുലേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. എക്സാമിനേഷൻ ചോദിക്കും, വിച്ച് ഏജൻസി ഈസ് നോൺ ആസ് ക്യാപിറ്റൽ മാർക്കറ്റ് റെഗുലേറ്റേഴ്സ്? ദെൻ യു വാണ്ട് ടു റൈറ്റ് ദാറ്റ് ഇറ്റ് ഈസ് സെബി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് മാധുരി പൂരി ബഞ്ച്. സോ വാട്ട് യു വാണ്ട് ടു ഡു ഈസ് whenever you study banking patterns you use connecting methods and tricks and shortcuts because തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ നിൽക്കുന്നത്. സോ ഡു പ്രാക്ടീസ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.